Hello dear children, welcome to Kids Area Online. Class 4 LSS exam preparation classes ആണ്. എല്ലാവരും LSSന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ദിവസവും നോക്കുന്നത്. ഇന്ന് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. സ്കൂളിൽ പോകാത്ത കുട്ടികൾ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇംഗ്ലീഷിനും മലയാളത്തിനും നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഹിന്ദി ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഹിന്ദി ലെറ്റേഴ്സും സിമ്പിൾസും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹിന്ദി ലെറ്റേഴ്സ് ആൻഡ് സിമ്പിൾസിന്റെ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. കുട്ടികൾക്ക് വേണ്ട ഇംഗ്ലീഷ് ഗ്രാമർ, സെന്റൻസ് ക്രിയേഷൻ, സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി എഴുതാൻ ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ്, കുട്ടികൾക്കുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും. മാർച്ചിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സിന് വേണ്ടി മാർച്ചിൽ എല്ലാവരും അഡ്മിഷൻ എടുക്കാനായിട്ട് ഓർമ്മിക്കുക. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ആ സമയത്ത് മെസ്സേജ് അയച്ചാൽ മതി. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത് ടോട്ടൽ എന്നിങ്ങനെ കണ്ടെത്താം. നിങ്ങളുടെ 2 ഹാൻഡ് ഉണ്ടല്ലോ, 2 കൈകളും മടക്കി വയ്ക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി വയ്ക്കുക. പെരുവിരൽ തമ്പ് അകത്താക്കി, തമ്പ് മറ്റ് 4 വിരലുകൾക്കടിയിലാക്കി, ഉള്ളിലാക്കി മടക്കി വയ്ക്കുക. 2 കൈയും ചേർത്ത് ഇതുപോലെ വയ്ക്കണം. ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തിൽ 31 അല്ലെങ്കിൽ 30 ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലായല്ലോ. 31 അല്ലെങ്കിൽ 30 ദിവസമായിരിക്കും ഉണ്ടാവുക. ഇനി ഫെബ്രുവരി മാസത്തിൽ മാത്രം 28 29 ആയിരിക്കും. ഫെബ്രുവരി മാസത്തിൽ മാത്രമാണ് 28 അല്ലെങ്കിൽ 29 വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 31 30 ആയിരിക്കും. ബാക്കിയുള്ള മാസങ്ങളിൽ തുടക്കം ഏറ്റവും വലിയ നമ്പറാണ് ജാനുവരി. എങ്ങനെ കണ്ടെത്താന്നറിയാവോ? നിങ്ങൾ മടക്കി വെച്ചപ്പോൾ ഒരു ഹമ്പ് കണ്ടോ? അതായത് എല്ലിങ്ങനെ മുകളിലോട്ട് പൊന്തി നിൽക്കുന്നുണ്ടോ? ആ എല്ല് മുകളിലോട്ട് പൊന്തി നിൽക്കുന്നത് 31 ആയിരിക്കും. ഈ 2 എല്ലുകൾക്കിടയിലുള്ള ഒരു കുഴി കണ്ടോ? ആ കുഴി എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഈ പൊന്തി നിൽക്കുന്ന എല്ലാ എല്ലുകളും എന്താ? 31 ആയിരിക്കും. 2 വിരലുകൾ, 2 കൈകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ആദ്യം 31 ഏറ്റവും വലുതാണ് ജാനുവരി. ഫെബ്രുവരിക്ക് 28 or 29, അത് ടീച്ചർ ലാസ്റ്റ് പറഞ്ഞുതരാം. 28 ആയിരിക്കോ 29 ആയിരിക്കോ ഓരോ വർഷം വരിക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഫെബ്രുവരിയിൽ 28 അല്ലെങ്കിൽ 29. ഓക്കെ, ജാനുവരിയിൽ 31, ഫെബ്രുവരി 28 or 29. അടുത്ത് വീണ്ടും പൊന്തി നിൽക്കുവാണ്, കയ്യിലെ എല്ല് പൊന്തി നിൽക്കുവാണ് 31. വീണ്ടും അവിടെ ഒരു ചെറിയൊരു കുഴിയാണ്, ഏപ്രിൽ 30 ആണ്. അടുത്ത് വീണ്ടും ഒരു എല്ല് പൊന്തി നിൽക്കുന്നതുകൊണ്ട് 31 ആയിരിക്കും. വീണ്ടും ഡൗൺ ആണ്, ജൂൺ 30. വീണ്ടും അപ്പ് 31. അടുത്ത കൈ എടുക്കുമ്പോൾ വീണ്ടും 31 ഡൗൺ, 30 അപ്പ്, 31 ഡൗൺ, 30 അപ്പ്, 31. 12 മാസങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 30 പൊന്തി നിൽക്കുന്നത് അപ്പാണെങ്കിൽ 31, ഡൗൺ ആണെങ്കിൽ 30. ഫെബ്രുവരിയിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. 31 30, 31 30, 31 30, 31. അടുത്ത കൈയാണ്. അപ്പോൾ വീണ്ടും 30 പൊന്തി നിൽക്കുകയാണെങ്കിൽ 31, 31 30, 31 30, 31. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, 2 മാസം അടുത്തടുത്ത് 31 ദിവസങ്ങളുള്ള മാസങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ജൂലൈ, ഓഗസ്റ്റ്. 31 ദിവസങ്ങൾ വരുന്ന 31 ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്ന 2 മാസങ്ങൾ ഏതൊക്കെയാ? ജൂലൈ, ഓഗസ്റ്റ്. 31 ദിവസങ്ങൾ വരുന്ന അടുത്തടുത്തുള്ള 2 മാസങ്ങൾ ജൂലൈ, ഓഗസ്റ്റ്. 31 ദിവസങ്ങൾ വരുന്ന എത്ര മാസമുണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, 31 ദിവസങ്ങൾ വരുന്ന 7 മാസമുണ്ട്. 30 ദിവസങ്ങൾ വരുന്ന എത്ര മാസമുണ്ട്? 1 2 3 4. 31 ദിവസങ്ങൾ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ കണ്ടെത്തും?
ഈ പൊന്തി നിൽക്കുന്നതെല്ലാം 31 ദിവസം. ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. 30 ഡേയ്സ് വരുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ കുഴിയിലുള്ളത് വരത്തില്ല, രണ്ടാമത്തെ ഡൗണിലുള്ളതേ വരത്തുള്ളൂ. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 2 കൈകൾ മടക്കി അടുത്തടുത്ത് വയ്ക്കുക. ലെഫ്റ്റ് സൈഡ് തുടക്കത്തിൽ 31, ഏറ്റവും ഉയർന്നതെന്നാണ് തുടങ്ങുക. ഫസ്റ്റും ലാസ്റ്റും 31 ആണ്. ഫസ്റ്റും ലാസ്റ്റും. ഓക്കെ. ഇവിടെ 2025 നോക്കിയേ, ഡിസംബർ 31 ആണ്. 2026 ജാനുവരി 31 ആണ്. അങ്ങനെയാ പോവാ. ഇത് കഴിഞ്ഞ സ്റ്റോപ്പ് ആണ്. വീണ്ടും ഒരിക്കൽ കൂടി, ഒരു വർഷത്തതാണിത്. അടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് ഒരിക്കൽ കൂടി തുടങ്ങും. അപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 31, 28, 31, 30, 31, 30, 31, 31, 30, 31, 30, 31. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ജാനുവരി 31 ആണ്. ഇനി ഫെബ്രുവരിയിൽ 28 ആണോ 29 ആണോ വരുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം? ഇവിടെ നോക്കിയേ, ഫെബ്രുവരി 29 വരണമെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കണം. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. 2004 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ? ലീപ്പ് ഇയർ. 2020 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലീപ്പ് ഇയർ. 2024 കഴിഞ്ഞുപോയ വർഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലീപ്പ് ഇയർ. അടുത്തോ? ലീപ്പ് ഇയർ ആണോ? ഇപ്പോൾ ലീപ്പ് ഇയർ ആണോ? 2025 ലീപ്പ് ഇയർ ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസമേ ഉള്ളൂ? 28 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് 28 ദിവസം. ലീപ്പ് ഇയർ ആണ് എങ്കിൽ 29 ദിവസം ഉണ്ടാവും. ലീപ്പ് ഇയർ 2000, 2004, 4 വീതം കൂട്ടി പോവാ. 2000, 2004, 2008, 2012, 2016, 2020, 2024, 2028, 2000 4 കൂട്ടി പോവാ. ഏത് വർഷമാണെങ്കിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസം ഉണ്ടാവും. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 29 ദിവസം. 2025 ലീപ്പ് ഇയർ ആണോ? അല്ല. 2024 കഴിഞ്ഞാൽ 2028. 4 കൂട്ടുക. 2020 അതിനോട് 4 കൂട്ടിയപ്പോൾ 2024. 2024 4 കൂട്ടുമ്പോൾ 2028. 2028 4 കൂട്ടുമ്പോൾ 2032. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയറിൽ 29 ദിവസം. ലീപ്പ് ഇയർ അല്ല എങ്കിൽ 28 ദിവസം. 2025 ഈ വർഷം ലീപ്പ് ഇയർ അല്ല. 2025 ലീപ്പ് ഇയർ അല്ല. ഇനി 2026 ലീപ്പ് ഇയർ അല്ല. 2025 ലീപ്പ് ഇയർ അല്ല. 2026 ലീപ്പ് ഇയർ അല്ല. 2027 ലീപ്പ് ഇയർ അല്ല. 2028 ആണ് ഇനി ലീപ്പ് ഇയർ. ഇനി 2028 29 ദിവസം വരിക. അല്ല എങ്കിൽ 28 ദിവസം മാത്രമേ ഉണ്ടാവൂ. 2025 28 ദിവസമാണ് ഫെബ്രുവരിയിലുള്ളത്. 2026 28 ദിവസമാണ് ഫെബ്രുവരിയിലുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട് എന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.